ഹായ് ഹലോ ഐ ആം ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്നും ഒരു ചെറിയ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുവാണ്. നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉള്ളത് കാരണം ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റെറ്റിനോളിനെ കുറിച്ചിട്ടാണ്. റെറ്റിനോൾ യൂസ് ചെയ്തിട്ട് വളരെ നല്ല സ്കിൻ കണ്ടീഷനോട് കൂടിയും വളരെ ബാഡ് സ്കിൻ കണ്ടീഷനോട് കൂടിയും എന്റെ സലൂണിൽ വരുന്ന ഒരുപാട് സ്കിന്നുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. റെറ്റിനോൾ മെയിൻ ആയിട്ട് രാത്രിയിൽ മാത്രം യൂസ് ചെയ്യുക, അത് പകൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് മാത്രം യൂസ് ചെയ്യുക, എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ സ്കിന്നില്, നമ്മുടെ കണ്ണിന്റെ ഭാഗത്ത്, നമ്മുടെ വായുടെ ഭാഗത്തൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് യൂസ് ചെയ്യാനും പാടുള്ളൂ. പിന്നെ എനിക്ക് വേഗം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വാരി നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യരുത്. അത് നിങ്ങളുടെ സ്കിന്നിനെ വളരെ ഡ്രൈ ആക്കും, സെൻസിറ്റീവ് ആക്കും, റെഡ് റാഷസ് ഉണ്ടാകും. ഞാനിത് കാണുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അത്രയും ഡ്രോപ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ആഫ്റ്റർ ഒരു 30 ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കിന്നിലോട്ട് ഇതൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോഴൊക്കെ അല്ലേ നമുക്കൊരു പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോഴൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. അല്ലാതെ നമ്മൾ വളരെ യങ് ആയിട്ടുള്ള സ്കിന്നിലോട്ടൊന്നും ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പ്രഗ്നൻസി പീരീഡ്, ഫീഡിംഗ് ടൈം, ഇതിലൊന്നും ഇത് യൂസ് ചെയ്യാനും പാടില്ല. ആഫ്റ്റർ രാവിലെ നമ്മൾ, അതായത് നൈറ്റിന് ശേഷം രാവിലെ നമ്മൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീം എല്ലാം യൂസ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്.